ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. ഈ ഒരു യാത്ര വളരെ രസകരമാണ്. രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ യാത്ര ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇവിടെ രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശന സമയം. ഞാനങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ നിന്ന് നേരെ പോയത് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നും വളരെ രസകരമായിട്ട് ഈ ഒരു മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ കഴിയും. വെള്ളച്ചാട്ടത്തിൻ്റെ അകലിൽ നിന്നുള്ള ആ മനോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ പ്രധാന കവാടത്തിൻ്റെ അരികിലെത്തി. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. പക്ഷേ സീസൺ അല്ലാത്തതിൻ്റെ പേരിൽ ഒട്ടുമിക്ക കടകളും അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണാം. ഇതാണ് ആ ഒരു പ്രധാന ഗേറ്റ്. ഇതിലൂടെയാണ് നമുക്ക് ഉള്ളിലോട്ട് കടക്കേണ്ടത്. അങ്ങനെ ഞാൻ ഗേറ്റിൽ നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് ടിക്കറ്റെല്ലാം കാണിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ കയറ്റം കയറി വേണം നമുക്ക് അതിരപ്പള്ളിയുടെ പ്രധാന വ്യൂ പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ ഇടതും വലതും സൈഡിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ കടകളൊക്കെ കിട്ടും. അവിടെ നമുക്ക് വെള്ളമൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ വെള്ളമൊക്കെ മേടിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ കുരങ്ങൊക്കെ നമ്മളടുത്ത് നിന്ന് തട്ടിപ്പറിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേട്ടൻ ഈ ഒരു കവണായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ വീണ്ടും മുന്നോട്ട്. അങ്ങനെ ഞാൻ അതിരപ്പള്ളിയുടെ പ്രധാന വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നെന്ന് പറയണ്ട. ഇവിടെ കുറേ പേരൊക്കെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് അതിരപ്പള്ളിയുടെ ആ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് എത്ര നേരം നോക്കിയിരുന്നാലും കൊതി തീരില്ല. ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ അതിരപ്പള്ളിയിലോട്ട് ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫുൾ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് താഴെ നിന്ന് കാണണം. ഈ ഒരു കാഴ്ച കാണാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നഷ്ടം ഉണ്ടാകുന്നതായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ താഴോട്ട് ഇറങ്ങാം. ഏകദേശം 400 മീറ്ററോളം താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു മനോഹരമായ വ്യൂ പോയിന്റിലോട്ട് എത്താൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇത്രയും മനോഹരമായ ഈ ഒരു കാഴ്ച എത്ര നേരം നോക്കിയിരുന്നാലും നമുക്ക് കൊതി തീരില്ല കേട്ടോ. ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം മലയാള സിനിമയിലും അതുപോലെ തന്നെ തമിഴും തെലുങ്കും കന്നഡ ഒരുപാട് അന്യഭാഷാ സിനിമകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിരപ്പള്ളി കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമായി തീർന്നത്.